കല്യാണം കഴിച്ചും കഴിപ്പിച്ചും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. അതാ ഞാനിതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതൊക്കെ മോശമല്ലേ? അമ്മയും മുത്തശ്ശനൊക്കെ എന്ത് വിചാരിക്കും? അവരെന്ത് വേണേലും വിചാരിച്ചോട്ടെ. രോഹിണി ചേച്ചിയുടെയും വിനയേട്ടന്റെ ഫസ്റ്റ് നൈറ്റ് ഇന്നാണ്. അതാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ വിസ്മയ്ക്കും വിമലേച്ചിക്കും ഒന്നും ഇഷ്ടമാവില്ല ഇത്. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് എന്റെ ഇഷ്ടമാണ്. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. എന്താ? അയ്യോടാ, അല്പം മുല്ലപ്പൂവിന്റെ കുറവുണ്ട് ഇപ്പോ. പകൽ തന്നെ വാങ്ങി വെക്കേണ്ടതായിരുന്നു, നടന്നില്ല. എന്തായി ഇവിടെ കാര്യങ്ങള്? വധു റെഡിയാണ് വിസ്മയേച്ചി. നമ്മുടെ നവവധു എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വിനയേട്ടന് പക്ഷെ പണ്ടേ ഇഷ്ടപ്പെട്ടതല്ലേ? അതെ അതെ, പക്ഷെ കുറച്ച് മുല്ലപ്പൂവിന്റെ കുറവുണ്ട് അല്ലേ കുഞ്ഞേച്ചി? അതായിട്ട് കുറയ്ക്കണ്ട. മുല്ലപ്പൂതേ റെഡിയാ. ആഹാ, സൂപ്പർ. ഇതാണ് കുഞ്ഞേച്ചി. നമ്മള് മനസ്സിൽ കാണുമ്പോ കുഞ്ഞേച്ചി അത് ആകാശത്ത് കാണും. ഈ വീട്ടിലെ വിളക്കിന് വെളിച്ചം അല്പം കൂടുതലാ. നാളെ വീടിന് തീ പിടിക്കാതിരുന്നാ മതിയായിരുന്നു. ഓടി അവിടുന്ന്. ഇതാ ചേച്ചി. ആഹാ, ഇവിടെ കാര്യമായി ഒരുക്കം നടക്കാണല്ലോ. അതെ അതെ, ഇനിയിപ്പോ പുതിയ മരുമകൾ മണിയറയിലേക്ക് പോകുമ്പോ അമ്മായിയമ്മ അവളുടെ കയ്യിലോ ഒരു സാധനം കൊടുത്തു വിട്ടാ മതി. നല്ല ശുദ്ധമായ പാല്. അത് അമ്മായിയമ്മയുടെ ഉത്തരവാദിത്വമാണ്. അറിയാം, അതിലൊരു കുറവ് ഞാനും വരുത്തുന്നില്ല. പോരെ വിമലേ, അത് രോഹിണിയുടെ കൈ കൊടുക്ക. ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയ ബന്ധുമിത്രാദികളെ, ചില സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെച്ച മിസ്റ്റർ വിനയചന്ദ്രന്റെയും മിസ്സിസ് രോഹിണി വിനയചന്ദ്രന്മാരുടെയും ആദ്യ രാത്രി ഇന്ന് സമുചിതം അവരാഘോഷിക്കുകയാണ്. എല്ലാവരും അവരെ ആശീർവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രോണിജി, ഹാപ്പി മാരീഡ് ലൈഫ്. ഇനി നമുക്ക് വധുവിനെ മണിയറയിലേക്ക് ആനയിക്കാം. മാഡം പ്ലീസ്. ഈശ്വര, ഒരുപാട് വേദനിച്ച മനസ്സാ. ഇനിയെങ്കിലും രോണിയേച്ചിക്ക് സന്തോഷം നൽകണേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.